The next topic, that is the major steps in the interrupt handling process. Once a device requests the interrupt, some steps are performed by the CPU, some steps by the interrupting device, and others by the software program or ISR. അപ്പോൾ ഇവിടെ ഒരു ഡിവൈസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റെപ്സ് പെർഫോം ചെയ്യും. അപ്പോൾ ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് CPU ആണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ സം സ്റ്റെപ്സ് ഇൻട്രപ്റ്റിംഗ് ഡിവൈസ് ആയിരിക്കും ആൻഡ് അതർ സ്റ്റെപ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് മേജർ സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻട്രപ്റ്റ് പ്രോസസ്സിൽ. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1, ദാറ്റ് ഈസ് CPU ആണ്. അപ്പോൾ CPU എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യും. അതായത് ഇറ്റ് വിൽ ചെക്ക് ഫോർ എനി പെൻഡിങ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ജസ്റ്റ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എവറി ഇൻസ്ട്രക്ഷൻ ഇൻ എ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഒരു തുടക്കത്തിൽ, അതായത് ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും എക്സിക്യൂഷൻ്റെ തുടക്കത്തിൽ തന്നെ ചെക്ക് ചെയ്യും എന്തെങ്കിലും പെൻഡിങ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഉണ്ടോ. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇഫ് എനി ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആർ ഫൗണ്ട് in the interrupt request register, then the CPU responds to the highest priority interrupt. That is interrupt that has higher priority in the interrupt priority register. Okay, അതായത് ഏതെങ്കിലും ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിൽ ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ CPU എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹയസ്റ്റ് പ്രയോറിറ്റി, ഏത് ഇൻട്രപ്റ്റിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ആ ഇൻട്രപ്റ്റിന് അതായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ആ ഇൻട്രപ്റ്റിനായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2, ദറ്റ് ഈസ് ഡിവൈസ്. സോ ദ ഡിവൈസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എക്നോളജ്മെൻറ്റ് സിഗ്നൽ CPU-ൽ നിന്ന് റിസീവ് ചെയ്യും. അപ്പോൾ CPU ആണ് ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്, എക്നോളജ്മെൻറ്റ് സിഗ്നൽ, അത് ഡിവൈസ് റിസീവ് ചെയ്യുന്നു. ആൻഡ് ഡിവൈസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻട്രപ്റ്റ് വെക്റ്റർ നമ്പർ CPU-ലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് CPU എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ CPU ലുക്സ് അപ്പ് ദ ഇൻട്രപ്റ്റിംഗ് ഡിവൈസ്, that is interrupt handler program address in the interrupt vector table using the vector number as a pointer to the vector table. A subroutine like mechanism is used to save the current value of the program counter. Internal CPU states such as contents of general purpose registers are also stored. Okay, അപ്പോൾ ഇവിടെ അതായത് ഇൻട്രപ്റ്റ് ഓക്കർ ചെയ്തല്ലോ, അപ്പോൾ അതിനുശേഷം ആ എക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്തു, ഇനി വെക്റ്റർ നമ്പർ സെൻഡ് ചെയ്തു ഡിവൈസ്, അല്ലേ, ഡിവൈസ് വെക്റ്റർ നമ്പർ സെൻഡ് ചെയ്തു. അപ്പോൾ CPU എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇൻട്രപ്റ്റ് ഹാൻഡ്ലർ പ്രോഗ്രാം അഡ്രസ്സിൽ, അതായത് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിൽ ചെക്ക് ചെയ്യും. അത് വെക്റ്റർ നമ്പർ ആണ് പോയിൻ്ററായിട്ട് എടുത്തിട്ട് അത് ചെക്ക് ചെയ്യുക. അതായത് അതിനുശേഷം ഒരു സബ്റുട്ടീൻ മെക്കാനിസം ഉണ്ടാവും, അതായത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറൻറ്റ് വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യും, സേവ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ പ്രോഗ്രാം കൗണ്ടർ എന്താണ്, നമുക്കിപ്പം അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണല്ലോ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. അപ്പം തിരിച്ച് വരുമ്പോൾ ISR അല്ലെങ്കിൽ ആ സബ് റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ മെയിൻ പ്രോഗ്രാമിൽ വരുമ്പോൾ ആ PC അഡ്രസ്സ് അറിഞ്ഞിരിക്കണം, എന്നാലല്ലേ എവിടത്തേക്കാണ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റും. സോ അത് സേവ് ചെയ്യും, ആ കറൻറ്റ് വാല്യൂ അവിടെ ഇൻട്രപ്റ്റ് ഓക്കർ ചെയ്യുന്ന സമയത്തുള്ള കറൻറ്റ് PC വാല്യൂ അവിടെ സേവ് ചെയ്യും, പിന്നീട് എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ദെൻ ഓൾസോ അതായത് കണ്ടൻസ് ഓഫ് ജനറൽ പർപ്പസ് രജിസ്റ്റർ, ഓക്കെ, അതും സ്റ്റോർ ചെയ്യും. ഓക്കെ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻസും സ്റ്റോർ ചെയ്യും. നൗ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ, ദാറ്റ് ഈസ് പ്രോഗ്രാമാണ്, ISR പ്രോഗ്രാം. സോ ദ ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം വിൽ സേവ് ദ അഡീഷണൽ CPU സ്റ്റേറ്റ്സ്. Device driver program performs the required operations on the interrupting device. Device driver also executes return from interrupt instruction. അപ്പോൾ ഇവിടെ ഈ ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിരിക്കും ഉണ്ടാവുക അവിടെ. ആൻഡ് അഡീഷണൽ CPU സ്റ്റേറ്റ്സ് എല്ലാം സേവ് ചെയ്ത് വെക്കും. ആൻഡ് ഇവിടെ റിക്വയർഡ് ഓപ്പറേഷൻ, അതായത് ഇൻട്രപ്റ്റിംഗ് ഡിവൈസിന് എന്താണോ ഓപ്പറേഷൻ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യും. ആൻഡ് റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ്, അതായത് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും ഒരു സബ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു സബ് പ്രോഗ്രാം, ഇൻട്രപ്റ്റിൻ്റെ സബ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും റിട്ടേൺ ആയിരിക്കും, അല്ലേ. അപ്പോൾ റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ്, അതായത് ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, അപ്പോൾ തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോകാൻ വേണ്ടി. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് CPU, ദറ്റ് ഈസ് ദ റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ് ദ ഇൻസ്ട്രക്ഷൻ റീസ്റ്റോഴ്സ് ദ contents of program counter and others automatically saved CPU states to return execution to the program code that was interrupted earlier. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ PC-യിൽ എന്താണോ, അതായത് PC
ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടർ അഡ്രസ്സ് സേവ് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ അത് തിരിച്ച് എടുക്കണം. സോ അത് തിരിച്ചെടുക്കും. ആൻഡ് ഓട്ടോമാറ്റിക്കലി CPU സ്റ്റേറ്റ്സും അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് കണ്ടൻസും അതെല്ലാം ഓൾറെഡി സേവ് ചെയ്ത് അത് തിരിച്ച് എടുക്കും. പിന്നെ കണ്ടിന്യൂ ചെയ്യും, അതായത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത്, ഇപ്പോൾ ഇൻട്രപ്റ്റ് വന്ന സമയത്ത് എവിടെയാണോ ആ മെയിൻ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിരുന്നത് അവിടുന്ന് മുതൽ അത് കണ്ടിന്യൂ ചെയ്യും. CPU വിൽ കണ്ടിന്യൂ ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം കോഡ്. ഓക്കെ.